ഹൈ സ്പീഡ് ഫ്ലാഷുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ് അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഫ്ലാഷുകളെയാണ്. കഴിഞ്ഞ സെഷനിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കർട്ടൻ സിങ്കിങ്ങും സെക്കൻഡ് കർട്ടൻ സിങ്കിങ്ങും ഒക്കെ എന്താണ് എന്നുള്ളത്. ഹൈ സ്പീഡ് ഫ്ലാഷിലും നിങ്ങൾക്ക് ഇതേപോലെ ഏത് രീതിയിലും സിങ്ക് ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് കർട്ടൻ സിങ്കിങ് ആണ്. അതായത് നിങ്ങളുടെ ആദ്യത്തെ ക്യാമറ ഷട്ടറിൻ്റെ ആദ്യത്തെ കർട്ടൻ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഫ്ലാഷിനുള്ള ഫയർ കമാൻഡ് പുറപ്പെടുവിക്കുന്ന രീതിയിലാണ് ഫസ്റ്റ് കർട്ടൻ സിങ്കിങ് എന്നുള്ളത്. ഇനി ഹൈ സ്പീഡ് ഫ്ലാഷിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കാം. പ്രവർത്തന രീതി എല്ലാം തന്നെ നോർമൽ ഫ്ലാഷിൻ്റെ അതേ രീതിയിലാണ്. ഇതിനും ഫ്ലാഷ് കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1/250 അല്ലെങ്കിൽ ഒരു സെക്കൻഡിൻ്റെ 200 ഭാഗം സമയം ഈ ഫ്ലാഷിനും ആവശ്യമാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ഹൈ സ്പീഡ് ആവുന്നത് എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഫ്ലാഷ് ഹൈ സ്പീഡ് അല്ലാത്തതും ഇപ്പോൾ പറയുന്ന ഫ്ലാഷ് ഹൈ സ്പീഡ് ആകുന്നതും എന്ന് നോക്കാം. ഈ ഫ്ലാഷിൻ്റെ പ്രവർത്തന രീതി അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്. നോർമൽ ഫ്ലാഷിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് എങ്കിലും ഇതിൽ നമ്മൾ ഫ്ലാഷിനുള്ള കമാൻഡ് പോയതിന് ശേഷം ഫ്ലാഷ് റെഡി എന്ന ഒരു കമാൻഡ് തിരിച്ച് ക്യാമറയിലേക്ക് കൊടുത്താൽ മാത്രമേ ക്യാമറയുടെ ഷട്ടർ ക്ലിക്ക് ആവുകയുള്ളൂ. അതായത് നമ്മൾ ആദ്യം കമാൻഡ് പോകുന്നത് ഫ്ലാഷിനാണ്. ഫ്ലാഷിനോട് ഫയർ ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഫയർ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഷട്ടർ ക്ലിക്ക് ആവുന്നത്. അതായത് ഒരു സെക്കൻഡിൻ്റെ 200 ഭാഗം സമയം ഡിലേ ആയിട്ടാണ് നമ്മുടെ ഷട്ടർ ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഹൈ സ്പീഡ് ഫ്ലാഷിൻ്റെ പ്രവർത്തന രീതി വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് നോർമൽ ഫ്ലാഷിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷട്ടറിലേക്ക് കമാൻഡ് പോയിട്ട് ഷട്ടറിൽ നിന്നും ഫ്ലാഷിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കമാൻഡ് പോകുന്നു. ഇനി ഹൈ സ്പീഡ് ഫ്ലാഷ് ആകുമ്പോൾ ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ഷട്ടർ റിലീസ് ബട്ടൺ തന്നെയാണ്, കമാൻഡ് പോകുന്നതും ഷട്ടറിലേക്കാണ്. പക്ഷെ പ്രവർത്തന രീതി ആദ്യം ഫ്ലാഷിന് ഫയർ കമാൻഡ് പോയതിനു ശേഷം പിന്നീടാണ് ഷട്ടറിനുള്ള കമാൻഡ് എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ടും എത്ര ഫാസ്റ്റായിട്ട് ഷട്ടർ തുറന്നടഞ്ഞു കഴിഞ്ഞാലും ഫ്ലാഷിൻ്റെ ലൈറ്റ് ഫീൽഡിൽ പ്രസൻ്റ് ആയിരിക്കും. കാരണം ആദ്യം സ്റ്റാർട്ടാവുന്നത് ഫ്ലാഷാണ്. ഹൈ സ്പീഡ് ഫ്ലാഷിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഹൈ സ്പീഡ് ഫ്ലാഷ് ഓൺ ചെയ്യുന്ന നിമിഷത്തിൽ അല്ലെങ്കിൽ അത് ഫയർ ചെയ്യുന്ന നിമിഷത്തിൽ നോർമൽ ഫ്ലാഷിനേക്കാളും കുറച്ചധികം സമയം ആ ഫ്ലാഷ് കത്തി നിൽക്കും. ഇത് നമ്മുടെ ശരിക്കുള്ള കണ്ണുകൾ കൊണ്ട് നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ടെക്നിക്കലി അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതിൻ്റെ ഫയർ ചെയ്യുന്ന സമയം കൂടുതലാണ്. സാധാരണയായിട്ട് ഒരു സെക്കൻഡിൻ്റെ ഒരു 200 ഭാഗം, ഉദാഹരണത്തിന് പറയുന്നതാണ്, ഒരു ഫ്ലാഷ് ഒരു സെക്കൻഡിൻ്റെ 200 ഭാഗം സമയം ലൈറ്റ് കത്തിച്ച് നിൽക്കുമെങ്കിൽ ഹൈ സ്പീഡ് ഫ്ലാഷ് ആകുമ്പോൾ അത് അതിനേക്കാളും കൂടുതൽ നേരം ലൈറ്റ് കത്തിച്ച് നിൽക്കും. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ആദ്യം ഫ്ലാഷിനോട് ഫയർ എന്നുള്ള കമാൻഡ് കൊടുത്ത് ഫ്ലാഷ് ഓക്കെ ആണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ലൈറ്റ് കത്തിക്കഴിഞ്ഞു. ആ കമാൻഡ് തിരിച്ച് ഷട്ടറിൽ വന്നിട്ട് തുറക്കണം. അത്രയും സമയം അവിടെ ഒരു അതായത് വളരെ ചെറിയൊരു സമയം അവിടെ ഡിലേ ഉണ്ട്. ആ സമയത്ത് ഫ്ലാഷിൻ്റെ ലൈറ്റ് കത്തി നിൽക്കണം. ഇനി ഫ്ലാഷ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഷട്ടർ അത് ഓപ്പൺ ചെയ്തിട്ട് എത്ര സെക്കൻഡാണോ സമയം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്രയും നേരം അതിനകത്ത് നല്ല പോലെ ലൈറ്റ് കണ്ടിട്ട് വേണം രണ്ടാമത്തെ കർട്ടൻ വന്നിട്ട് അടയാൻ വേണ്ടിയിട്ട്, അല്ലേ? അങ്ങനെ വരുമ്പോൾ അതിന് കുറച്ചധികം നേരം ലൈറ്റ് കത്തിച്ച് നിന്നേ മതിയാവുള്ളൂ. അപ്പോൾ ഹൈ സ്പീഡ് ഫ്ലാഷ് ഉപയോഗിക്കുമ്പോൾ വേറെ എന്താണ് ഒരു സൈഡ് എഫക്റ്റ് വരിക? ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. കാരണം ഫ്ലാഷിൻ്റെ ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ കൂടുതലാണ്. ഇത് നമുക്ക് കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ടെക്നിക്കലി ഹൈ സ്പീഡ് ഫ്ലാഷിൽ ലൈറ്റിംഗ് ഡ്യൂറേഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ ഹൈ സ്പീഡ് ഫ്ലാഷ് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വിശദീകരിക്കുകയാണ്. ഹൈ സ്പീഡ് ഫ്ലാഷ് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം. അത് ആദ്യം ഫ്ലാഷിന് ഫയർ കമാൻഡ് കൊടുത്തതിന് ശേഷമാണ് ഷട്ടറിലേക്ക് കമാൻഡ് വരുന്നത്. ഫ്ലാഷിന് ഫയർ കമാൻഡ് കിട്ടി ആ നിമിഷം മുതൽ രണ്ടാമത്തെ കർട്ടൻ വന്ന് ഷട്ടർ ക്ലോസ് ആവുന്നത് വരെയും ഫ്ലാഷിനകത്ത് ലൈറ്റ് ഓണായി കിടക്കും. പക്ഷേ ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ ബാറ്ററി ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ ഹൈ സ്പീഡ് ഫ്ലാഷ്, നോർമൽ ഫ്ലാഷ്, ഇതൊക്കെ എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പേഴ്സണലി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് വിശദീകരിച്ച് തരാം. ഹൈ സ്പീഡ് ഫ്ലാഷ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഷട്ടർ സ്പീഡിൻ്റെ പ്രശ്നം മാറുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഫ്ലാഷ് ഫസ്റ്റ് കമാൻഡ് കിട്ടിയത് മുതൽ ഷട്ടറിൻ്റെ രണ്ടാമത്തെ കർട്ടൻ ഓഫ് ആകുന്ന അല്ലെങ്കിൽ അത് അടയുന്നത് വരെയും ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു 1/8000 ആണ് നിങ്ങൾ ഷട്ടർ സ്പീഡ് എന്ന് കരുതുക. നിങ്ങൾ ക്യാമറ ക്ലിക്ക് ചെയ്യുന്ന മൊമെൻറ്റിൽ ഫസ്റ്റിൽ തന്നെ ഫ്ലാഷിനുള്ള കമാൻഡ് പോയി എക്സിക്യൂട്ടായി അവിടെ നിന്ന് ലൈറ്റ് വരുമ്പോഴാണ് ഇവിടെ ഷട്ടർ തുറക്കുന്നത്. അല്ലെങ്കിൽ ആ ലൈറ്റ് വേണ്ട ആ ഒരു ലാഗ്, ആ ടൈം ഡിലേ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഷട്ടർ മെക്കാനിസം ഓപ്പൺ ആവുന്നത്. ഷട്ടർ ഓപ്പൺ ആവുമ്പോൾ തന്നെ ഫീൽഡിൽ ഫ്ലാഷിൻ്റെ ലൈറ്റ് എത്തിയിട്ടുണ്ടാവും.
ആ ലൈറ്റ് കൃത്യമായി അത് 1/8000 ആയാലും അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായാലും വളരെ കൃത്യമായിട്ട് പകർത്തിയെടുക്കാൻ ക്യാമറയ്ക്ക് സാധിക്കും. ഹൈ സ്പീഡ് ഫ്ലാഷുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പുതിയൊരു കണ്ടുപിടുത്തം കൂടിയുണ്ട്. ഹൈ സ്പീഡ് ഫ്ലാഷിൻ്റെ ലൈറ്റ് അടിയുന്ന ആ ഡ്യൂറേഷൻ ഞാനിപ്പോൾ പറഞ്ഞു. ഫസ്റ്റ് ഫ്ലാഷിന് കമാൻഡ് കിട്ടിക്കഴിഞ്ഞിട്ട് ക്യാമറയുടെ രണ്ടാമത്തെ ഷട്ടർ അടയുന്നത്രയും നേരം ഫ്ലാഷ് ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ നോർമൽ ഫ്ലാഷിനേക്കാളും കുറച്ച് കൂടുതൽ ടൈം ഉണ്ടാവും. ഇനി ഇപ്പോൾ വരുന്ന പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്ലാഷ് ടെക്നോളജിയിൽ നിങ്ങൾക്ക് ഈ ഫ്ലാഷിൻ്റെ ഡ്യൂറേഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനെക്കൊണ്ട് എന്താണ് ഗുണം? അതായത് നിങ്ങൾക്ക് ഒരു വെരി ഹൈ സ്പീഡിലുള്ള ഒരു ആക്ഷൻ ഫ്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വിധത്തിലാണ് അത് ചെയ്യാൻ സാധിക്കുക. ഒന്നുകിൽ നിങ്ങളുടെ ലൈറ്റ് വളരെ പെട്ടെന്ന് ഓൺ ഓഫ് ആവണം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയുടെ ഷട്ടർ വളരെ പെട്ടെന്ന് ഓൺ ഓഫ് ആകണം. ഈ രണ്ട് വിധത്തിലായി കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രം വളരെ ക്രിസ്പി ഷാർപ്പായിട്ടുള്ള അതേപോലെ ഫ്രീസ് ചെയ്തിട്ടുള്ള ഒരു പടമായിരിക്കും. ഇവിടെ നമ്മൾ ഇതുവരെയും സംസാരിച്ചതും ഇതുവരെയും ഡിസ്കസ് ചെയ്തതും എല്ലാം തന്നെ ഷട്ടർ സ്പീഡ് വളരെ ഹൈ ഉപയോഗിച്ചിട്ട് ആക്ഷനെ ഫ്രീസ് ചെയ്യുന്ന രീതിയാണ്. എന്നാൽ ഇനി അഡ്വാൻസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലൈറ്റിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഫ്ലാഷിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുക. ഈ ഫ്ലാഷിൻ്റെ ഡ്യൂറേഷനും ഷട്ടർ സ്പീഡ് പോലെ തന്നെയാണ് പറയുന്നത്. അതായത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1/8000 മുതൽ മുകളിലോട്ടാണ്. നമുക്ക് ക്യാമറയിൽ നമുക്കറിയാം 1/8000 വരെ കിട്ടും. 1/8000 ആണ് അതിൻ്റെ മാക്സിമം. പക്ഷേ ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് 1/8000 കൂടി പോരാ എന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു ടെക്നോളജിയാണ് അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണ് ഫ്ലാഷിൻ്റെ ഫയറിംഗ് സ്പീഡ് അല്ലെങ്കിൽ ആ ഫ്ലാഷിൻ്റെ ഡ്യൂറേഷൻ്റെ ഒരു സ്പീഡ് തീരുമാനിക്കുക എന്നുള്ളത്. ഫ്ലാഷിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് 1/25,000 ഒക്കെ നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് കണ്ണിൽ കാണുന്നതിനേക്കാളും വേഗത്തിൽ ആ ഒബ്ജക്റ്റിനെ ഇല്ലുമിനേറ്റ് ചെയ്തിട്ട് ഓഫാകും. അപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷനായി. അപ്പോൾ ഒന്ന് ഷട്ടർ സ്പീഡ് ഹൈ ഉപയോഗിച്ചിട്ട് നമുക്ക് മോഷൻ ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു മൂവ്മെൻറ്റിനെ ഫ്രീസ് ചെയ്യാം. പക്ഷേ ഫ്ലാഷ് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ഔട്ട്ഡോറിൽ പോയിട്ട് ഫ്ലാഷ് ഇങ്ങനെ ഹൈ സ്പീഡ് ഫ്ലാഷ് ഉപയോഗിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മോഷൻ ഫ്രീസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഡാർക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഹൈ സ്പീഡ് ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് ഏത് മൂവ്മെൻറ്റിനെയും ഫ്രീസ് ചെയ്യാം. ഒരു നല്ല പ്ലാൻഡ് ഷൂട്ടിൽ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ നിങ്ങൾക്ക് ഹൈ സ്പീഡ് ഫ്ലാഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷട്ടർ സ്പീഡിനെ കുറിച്ച് വറീഡ് ആകേണ്ട കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഫ്ലാഷും ഹൈ ഷട്ടർ സ്പീഡും തമ്മിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുക എന്ന് നോക്കാം. നിങ്ങളൊരു കംപ്ലീറ്റ് ഇരുട്ടത്ത് നിങ്ങളൊരു മോഡലിനെ പോസ് ചെയ്ത് ലൈറ്റ് ഇട്ടിട്ട് പോസ് ചെയ്യിച്ചു, എല്ലാം റെഡിയാക്കിയതിന് ശേഷം കംപ്ലീറ്റ് ലൈറ്റ് ഓഫ് ചെയ്തു. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് 1/25,000 സ്പീഡുള്ള ഒരു ഫ്ലാഷാണ്. ആ ഫ്ലാഷിൽ ഒരു സെക്കൻഡിൻ്റെ 25,000 ഒരു അംശം സമയം മാത്രമേ ലൈറ്റ് വരികയുള്ളൂ. ഇനി കംപ്ലീറ്റ് ഡാർക്കാണ്, അപ്പോൾ നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ് എത്രയും ഉപയോഗിക്കാം. നിങ്ങൾ ഒരു 1/100 ഒരു 1/200 ആണ് നിങ്ങളുടെ ഷട്ടർ സ്പീഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കരാട്ടെ ആക്ഷനാണ് അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ക്ലാസിക്കൽ ഡാൻസോ എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ ഒരു വളരെ ഫാസ്റ്റ് ഒരു ആക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് 1/200 ഷട്ടർ സ്പീഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നോർമൽ സ്റ്റേജിലാണെങ്കിൽ അത് മോഷൻ ബ്ലർ വരും, അല്ലേ? ഉറപ്പായിട്ടും വരും. പക്ഷേ ഇവിടെ നമ്മൾ ഇരുട്ടത്താണ് 1/200 ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ഫ്ലാഷിൻ്റെ സ്പീഡ് 25,000 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് മോഷൻ ബ്ലർ ഇല്ലാത്ത വളരെ നീറ്റായിട്ടുള്ള ഒരു പടം കിട്ടും. ഇത് ഇനി വരുന്ന അല്ലെങ്കിൽ അപ്കമിങ് ടെക്നോളജിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വ്യക്തമായി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ട് നോക്കുക, എന്നിട്ട് വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇത് നിങ്ങളുടെ ചിത്രത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഓവർ വറീഡാവാതിരിക്കുക. ഇത് ഫോട്ടോഗ്രാഫിയിലെ അപ്കമിങ് ട്രെൻഡാണ്, ഇനി വരാൻ പോകുന്ന ഒരു രീതിയാണ് ഇത്. ഇപ്പം തന്നെ ഒത്തിരി പേര് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് ഫ്രീസ് ആക്ഷൻ ഫോട്ടോഗ്രാഫിയിൽ. ഈ ഒരു സെഷൻ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഹൈ സ്പീഡ് ഫ്ലാഷ് എന്നുള്ളത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടെ ഇത് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം നേരിട്ടിട്ട്.